ഗുജറാത്ത് ചൂടിൽ വാടാതെ കോൺഗ്രസ് നേതൃത്വം. ചിട്ടയായ സംഘാടനം കൊണ്ട് ശ്രദ്ധേയമായ സമ്മേളനം. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന കാലത്ത് പാർട്ടിയെ നയിച്ച മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മണ്ണിലേക്ക് കൈമോശം വന്ന നിധി തേടി സൂക്ഷ്മതയോടെ തിരിച്ചു നടക്കുന്നവരെ പോലെ എത്തിയത് നേതൃനിര ഒന്നടങ്കമായിരുന്നു. സുഹൃതകാലത്തേക്കുള്ള വഴി തേടിയുള്ള ആലോചനകളുമായി തുടങ്ങിയ AICCയുടെ 84ാം സമ്മേളനം ചിട്ടയായ പ്രവർത്തനം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായി. വൻ സുരക്ഷയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഏതാനും ദേശീയ നേതാക്കളും ഒഴികെയുള്ളവർക്ക് ടൂറിസ്റ്റ് ബസ്സുകളാണ് ഒരുക്കിയിരുന്നത്. ബസ്സിന് കാത്തുനിൽക്കാതെ യോഗനഗരിയിൽ ആദ്യമെത്തിയത് MK രാഘവൻ ആണ്. പിന്നാലെ ബസ് എത്തി. ആദ്യമിറങ്ങിയത് മുൻ കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലി. പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ്, തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭാട്ടി വിക്രമാർക്ക, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ എന്നിവരും. 11:30 നിശ്ചയിച്ച യോഗത്തിന് മുതിർന്ന നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സമയം 12ആയി. പിന്നീട് 3.5 മണിക്കൂർ അടച്ചിട്ട മുറിയിലെ യോഗം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MM ഹസൻ, MP മാരായ ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, T സിദ്ദിഖ് MLA തുടങ്ങിയവരും പ്രവർത്തക സമിതി നടക്കുന്ന നഗരിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. വൈകുന്നേരം സബർമതി ആശ്രമത്തിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിലും സാംസ്കാരിക പരിപാടിയിലും കേരള നേതാക്കൾ ഒന്നടങ്കമെത്തി. കേരളത്തിൽ നിന്ന് 61 പ്രതിനിധികളാണ് ഈ AICC സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്.